ഹലോ, അസ്സലാമലൈക്കും. ഞാൻ ഇന്നൊരു എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ്ഗ് ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, പിന്നെ ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ സെലറി എടുത്തിട്ടുണ്ട്, പിന്നെ പെപ്പർ പൗഡർ ഒക്കെ വേണം. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു പിടി മല്ലിയില. അപ്പം ഞാനിപ്പോൾ സ്പ്രിംഗ് ഓണിയനാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈറ്റ് കളറുള്ള ബസ്മതി റൈസ് തന്നെ വേണം. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് എനിക്ക് അങ്ങനെ പരിചയമില്ല. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെച്ച്, അപ്പോൾ ലേശം ഉപ്പിട്ട് അരി തമ്മിൽ ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്കായ, 4 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, അതൊരു 4 കഷ്ണമാക്കിയിട്ട് അത് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ചതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ മല്ലിയില അതൊരു പിടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ 4 ബ്ലാക്ക് പെപ്പർ, നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ എടുത്താൽ അതിൻ്റെ അടുത്ത് ബ്ലാക്ക് പെപ്പർ ആയതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. പിന്നെ അത് അരി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി 4 കോഴിമുട്ട എടുത്തത് പൊട്ടിച്ചിട്ട് അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പ് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ വേവാകുമ്പോൾ ഇങ്ങോട്ട് ഊറ്റിയെടുക്കണം. നല്ല വെന്ത് പോവരുത്, വെന്ത് കുഴയാൻ പാടില്ല. അപ്പോൾ അരി പൊട്ടുന്ന ടൈമാകുമ്പോൾ ഇങ്ങോട്ട് എടുക്കുക, പൊട്ട് കഴിഞ്ഞ പാട് ഇങ്ങോട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്കത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിരിക്കണം. ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അങ്ങനെ എന്തായാലും മതി, വെളിച്ചെണ്ണ എടുക്കരുത്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് ആദ്യം കോഴിമുട്ട ബീറ്റ് ചെയ്ത്, പിന്നെ അതിലേക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് ഞാൻ അതിലേക്ക് കുരുമുളക് പൊടി 1 സ്പൂൺ 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി, പിന്നെ അത് പച്ചക്കറിയിൽ പിടിക്കാനുള്ള ലേശം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ സോയാ സോസ് 1 ടീസ്പൂണ് സോയാ സോസ്, പിന്നെ 1 ടീസ്പൂണ് ചില്ലി സോസ്, പിന്നെ ഒരു 2 ടീസ്പൂണ് ടൊമാറ്റോൻ്റെ കെച്ചപ്പ്, അതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ സോസുകളൊക്കെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോസ് ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടുണ്ടായാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ അതൊരു നല്ല വേവാവണ്ട, ഒന്നിങ്ങോട്ട് പച്ചക്കറിയൊക്കെ ഒന്നൊരു കടി വിടുമ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ടിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. നല്ല ഇതിലാണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ അരി പൊട്ടും, ചോറ് നന്നായിട്ട് കുഴയും. അപ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ പച്ചക്കറി നല്ലൊരു വേവാവുന്ന സമയത്ത് അരിയൊക്കെ ഇട്ട് നല്ലോണം മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ലേശം മല്ലിയില കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം കൂടെ കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനൊരു ലേശം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അതിൻ്റെ കൂടെ പെയറായിട്ട് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ വിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം.